ഞാനൊരിക്കൽ നജീബ് പേരാമ്പ്രയുമായിട്ട് സംസാരിച്ചപ്പോൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കട്ടെ, നജീബുമായി സംസാരിച്ചപ്പോൾ നജീബ് എന്നോട് പറഞ്ഞു, ഞാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി പോയപ്പോൾ അവിടെ നേരത്തെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവിടേക്കാണ് ഞാൻ കയറി. യൂണിവേഴ്സിറ്റിയിലെ കോഹിനൂർ അവിടുത്തെ ഒരു സെൻറ്ററിൽ ഞാനും പോയി. അവർ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നോട്ടും കാര്യം സംഘടനാപരമായിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നജീബ് എക്സാം എഴുതാനും വേണ്ടി പോയതും. അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ട നല്ല കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ സംതൃപ്തിയിൽ അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ പറ്റി. പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി വായിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കാസർഗോഡ് ജില്ലയിലെ HSAയിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ നജീബ് പേരാമ്പ്രക്ക് ഫസ്റ്റ് റാങ്ക്. നജീബിന് വായിച്ചു കൊടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ തൊട്ടടുത്ത റാങ്കുകളൊക്കെ ഉണ്ട്. നജീബ് ഈ റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫൈസൽ സാഹിബ്, സത്യത്തിൽ ഈ റാങ്ക് എനിക്ക് എത്രമാത്രം അവകാശപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തല പ്രകാരം ഈ സന്ദർഭത്തിൽ എനിക്കൊരു റാങ്കും ജോലിയും അനിവാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഈ റാങ്ക് റബ്ബ് സുബ്ഹാനഹു വ തആല, ഞാൻ പഠിച്ചിട്ടുണ്ട്, വെറുതെ കിട്ടിയൊന്നുമല്ല, അള്ളാഹിൻ്റെ ഒരു തൗഫീഖ. ഈ പരീക്ഷയിൽ എന്നെ ഉന്നതിയിലേക്ക് എത്തിയത് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അന്ന് ഓതിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അന്ന് തിരിച്ചു ഓതി കൊടുത്തോ എന്ന് എനിക്കറിയില്ല. ഫഅമ്മാമൻ അഅ്താ വത്തഖാ ഫസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്നവന് അള്ളാഹു എപ്പോഴും ഒരു എളുപ്പ വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇവിടെ സംസാരം കേൾക്കുമ്പോൾ പല ആളുകളും പല മനസ്സിലേക്ക് ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഈ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഈ ഓടി നടന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നജീബ് പേരാമ്പ്ര അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി അനുഗ്രഹിച്ച് നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ വഴി തരും. ഇങ്ങോട്ട് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ സംഘടനാപരമായിട്ട് ഓടിയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, പടച്ചോൻ ഇതുവരെ ഒരു വിഷമവും തന്നിട്ടില്ല. ഇതുവരെ അൽഹംദുലില്ലാ ഈ സന്ദർഭം വരെ ശാരീരികമായിട്ടോ അങ്ങനെ മാനസികമായിട്ടോ വല്ലാത്ത ടെൻഷനൊന്നും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ സന്ദർഭത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നിരിക്കുന്ന ചില വിജയത്തിൻ്റെ വഴികളാണത്.